കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഇൻ്റർവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പപ്പി ശാലിനിയോട് പറയണേണ്, സത്യ വിവരം അറിയുമ്പോൾ എത്ര സന്തോഷമാകുമെന്നറിയോ? അച്ഛാ, ആ ഫോണിൽ തന്നെ എനിക്കിപ്പം തന്നെ സത്യയോട് ഈ വിവരം പറയണം. ഞാനും സത്യയും സഹോദരികളായിരുന്നെങ്കിലെന്ന് സത്യ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്കൊന്നിച്ച് ഒരു വീട്ടിൽ താമസിക്കാമല്ലോ എന്നൊക്കെ. ഇതിപ്പോൾ ഞാൻ നേരിട്ടാ സത്യയോട് പറഞ്ഞെങ്കിൽ സത്യ എന്നെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നാണ്. അച്ഛാ, ആ ഫോണിങ് താ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോയി ഫോൺ എടുത്തോളാം. അങ്ങനെ പപ്പി പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി പപ്പിയെ തടയണേ. മോളെ, ചേച്ചിയും ഒരു കാര്യം പറഞ്ഞാൽ മോൾ അനുസരിക്കുമോ? ആ, എന്താണ്? എന്താ ചേച്ചിയമ്മേ? അന്നേരം ശാലിനി പറഞ്ഞേ, തൽക്കാലം സത്യയോട് ഇപ്പം ഈ കാര്യങ്ങളൊന്നും പറയണ്ട. അതെന്താ? അത് പിന്നെ മോളെ, മോളുടെ ചേച്ചിയമ്മ ഞാനാണെന്ന് സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സത്യയുടെ അച്ഛൻ ആരാണെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവില്ലേ? തൽക്കാലം ആ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം പറയാൻ പറ്റിയ സാഹചര്യമല്ല. മോൾക്കറിയാലോ സത്യമ്മയുടെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എല്ലാ സത്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്കേ പോകുള്ളൂ. മാത്രമല്ല ചിലപ്പോൾ മോൾക്കും അമ്മക്കും കൂടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം മോളിപ്പോൾ ഈ വിവരങ്ങളൊന്നും സത്യയോട് പറയണ്ട. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ തന്നെ മോളോട് പറയാം, സത്യയോട് പറയാനായിട്ട്. അപ്പം മോള് പറഞ്ഞു, അതുവരെ മോൾ ഈ വിവരം ഒരിക്കലും സത്യം അറിയിക്കില്ലെന്ന് ചേച്ചിയമ്മക്ക് വാക്കുതാ. അത് വേണോ ചേച്ചിയമ്മേ? വേണം, വാക്കുതാ മോളെ, നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ. ശരി, ഞാൻ വാക്ക് തരുന്നു. ചേച്ചിയമ്മ പറയുന്നത് വരെ ഈ കാര്യം ഞാൻ സത്യയോട് പറയില്ല. അങ്ങനെ ഈ സമയം ശാലിനി പപ്പിയെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുവാണ്. അതുകൊണ്ട് ശ്യാമക്ക് രോഹിത്തിനൊക്കെ സന്തോഷമാകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ശാരദയിൽ നിന്നും നടന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞ് ഗോപാലൻ ആകെ അങ്ങ് ദേഷ്യപ്പെടുക. എന്താ ശാരദ ഈ കേൾക്കുന്നതൊക്കെ? ഞാനിവിടെ കുറച്ച് നാളില്ലാതിരുന്നപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടന്നത്? ഞാൻ പറഞ്ഞല്ലോ, വാരണാസിയിൽ ഞാനൊരു അഭ്യർത്ഥിയെ പോലെ നടന്ന സമയത്ത് എന്നെ സഹായിച്ചൊരു കുടുംബമുണ്ട്. അവിടെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുമായിരുന്നു, അവിടുത്തെ കൊച്ചുകുട്ടിയുടെ വിവാഹം. അതിന് എന്നാൽ കഴിയും വിധം എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് കരുതി. അതിനുവേണ്ടി ഞാൻ പരിചയമുള്ള പലരിൽ നിന്നും കടം വാങ്ങിയത്. നിൻ്റെ അടുത്തൊന്നും ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടായല്ലോ. പക്ഷേ ഞാൻ പോയി തിരിച്ചു വരുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഇത്രയും കൈവിട്ടു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തൊക്കെയാണ് ഇവിടെ നടന്നത്? ഒരു കുടുംബത്തിൽ നടക്കാവുന്ന കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എല്ലാം കുഴഞ്ഞു മറിഞ്ഞിരിക്കുമല്ലേ. വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ മറന്ന് മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടി വന്നിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ചെയ്തത് എന്താ? നിങ്ങൾ രണ്ടാളും കൂടി അവിടെ പോയി ആ സത്യാമ്മയുടെയും വിഷ്ണുവിൻ്റെയും കാല് പിടിച്ചു. എന്നിട്ട് എന്താ, വല്ല മാറ്റം ഉണ്ടായോ? അവർ നിങ്ങളെ ആട്ടി ഓടിച്ചില്ലേ? ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത്. ശാലിനിയെ വിഷ്ണു താലി കെട്ടിയ പെണ്ണ, അവൻ്റെ ഭാര്യയാണ്. അതുമാത്രമല്ല, അവൾ ഈ ജില്ലയിലെ കളക്ടർ കൂടിയാണ്. അങ്ങനെ ഇരിക്കെ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല അങ്ങോട്ടേക്ക് കയറി ചെല്ലേണ്ടത്, കൂടെ ഒരു വണ്ടി നിറയെ പോലീസിനെ കൂടി കൊണ്ടു ചെല്ലണമായിരുന്നു. എന്നിട്ട് വിഷ്ണുവിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് കയറി കൂടിയ അവളെ ഉണ്ടല്ലോ, അവളുടെ കഴുത്തിൽ നിന്ന് ആ താലി പൊട്ടിച്ച് അവളെ ഇറക്കി വിടണമായിരുന്നു. അല്ലെങ്കിൽ എന്തിന്? ആദ്യ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാതെ മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലിയിടുന്നത് വലിയൊരു കുറ്റമല്ലേ? അങ്ങനത്തെ ഒരു കുറ്റം ചെയ്ത വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കായിരുന്നു. ആ സമയം സത്യാമ്മയുണ്ടല്ലോ ഇവിടെ ഈ മുറ്റത്ത് വന്ന് നിന്ന് അപേക്ഷിക്കും, മകനെ വിട്ടയക്കാൻ വേണ്ടി ശാലിനിയുടെ കാല് വരെ പിടിച്ചാണ്. എന്നിട്ട് നീ അവിടെ പോയി ആ സത്യഭാമയുടെ കാല് പിടിച്ചില്ലേ? എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? അവർ നിങ്ങളെ അപമാനിച്ചു വിടുക മാത്രമല്ല ഉണ്ടായത്. കഴുത്തിലെ താലിക്ക് ഒരു വലിയ വിലയാണുള്ളത്. ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കിടക്കുന്ന സമയം അവളുമായിട്ടുള്ള ബന്ധം വേർപെടുത്താതെ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലിയിടുന്നത് നിയമപരമായിട്ടുള്ള തെറ്റ് തന്നെയാണ്. ഇപ്പതാ രോഹിത് വന്ന് ശാലിനിയെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടല്ലോ. എന്തിനാ? അവിടുത്തെ വീട്ടുവേലക്കാരിയായിട്ട് നിൽക്കാനോ? ആ സത്യഭാമയുടെ ആട്ടുതുപ്പും കേൾക്കാനാണോ അവൾ വീണ്ടും ആ വീട്ടിലേക്ക് പോയിരിക്കുന്നത്? അന്നേരം ശാരദ പറയണേ, ആ ഗോപാലേട്ടാ, നമ്മുടെ മോള് ശ്യാമ. അന്നേരം ഗോപാലൻ പറയണേ, ശരിയാ, ശ്യാമ നമ്മുടെ മോളൊക്കെ തന്നെയാണ്. അവളുടെ അവസ്ഥയിൽ അവൾ നോക്കാൻ ഏറ്റവും നല്ല ആൾ അവളുടെ കുഞ്ഞീച്ച് തന്നെയാണ്. പക്ഷേ നിനക്കറിയാവുന്ന കാര്യമല്ലേ ശാരദ, ആ സത്യഭാമ നമ്മുടെ രണ്ട് മക്കളെയും രണ്ട് തട്ടിലാണ് നോക്കിക്കാണുന്നത്. നിന്നോട് തന്നെ അവൾ പലതവണ പറഞ്ഞിട്ടില്ലേ, ശാരദാമ്മയുടെ മകളാണ് ശ്യാമയെങ്കിലും അവളെ അവർ സ്വന്തം മകളെ പോലെ നോക്കുന്നതെന്ന്. എന്നാൽ ശാലിനിയെ അങ്ങനെയാണോ അവർ കാണുന്നത്? അവിടെ ഇപ്പോൾ ശാലിനി നിൽക്കാൻ പോയിരിക്കുകയല്ലേ, അവളുടെ മുമ്പിൽ വെച്ച് തന്നെ ശ്യാമയെ അവർ സ്നേഹിക്കും, പൊന്നുപോലെ കൊണ്ടു നടക്കും. എന്നാൽ ശാലിനിക്ക് അവിടെ വെറൊരു വേലക്കാരുടെ വില മാത്രമേ ഉണ്ടാകുള്ളൂ. അവൾ ആ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യേണ്ടി വരും. എന്തിന്? കളക്ടറായ നിന്റെ മകൾക്ക് ആ പുതുപ്പെണ്ണിൻ്റെ അടിപ്പാവട വരെ കഴുകി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകും. ഗോപാലേട്ട എന്തൊക്കെയാ പറയുന്നത്? അന്നേരം ഗോപാലൻ പറയണേ, ഞാനിപ്പോൾ പറയുന്നതാണോ കുറ്റം? അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെ ഞാൻ പറയുന്നത്. അല്ല, അവളല്ലെങ്കിൽ തന്നെ അവളുടെ സ്വന്തം മോള് ഇവിടെയല്ലേ ഉള്ളത്. ആ കുഞ്ഞിനെ ഇവിടെ വിട്ടിട്ട് അവൾ എന്തിനാ അവിടെ പോയി നിൽക്കേണ്ട കാര്യം? ഒന്നുമില്ലെങ്കിൽ സത്യയുടെ കാര്യം ഓർക്കണ്ടേ അവള്? ആ കുഞ്ഞിനോട് അവൾ എന്ത് പറയും? അവളുടെ അച്ഛൻ്റെ വീട്ടിൽ വേലപ്പണി ചെയ്യാനായിട്ട് പോയിരിക്കുകയാണെന്നോ? അന്നേരം ശാരദരണേ, ഗോപാലേട്ട സത്യമോളതൊന്നും അറിയാൻ പാടില്ല. എന്തിനാ അവൾ മാത്രം വണ്ടിയാവുന്നത്? അവളും എല്ലാ കാര്യങ്ങളും അറിയട്ടെ. ഈ സമയത്ത് തന്നെ രാമേട്ടൻ സത്യമായിട്ട് അവിടെ കാറിലെത്തുവാണ്. അങ്ങനെ രാമേട്ടൻ കാറിന് പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഈ സമയം ഗോപാലൻ പറയണേ, സത്യമോളെ ഇറക്കണ്ട, വേഗം വണ്ടി എടുക്ക്, ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ശാരദേ, നീ വരുന്നെങ്കിൽ വാ. സത്യമോൾ അവളുടെ അമ്മയുടെ കൂടെ നിൽക്കേണ്ടത്. അവളുടെ അമ്മ ചെയ്യുന്നത് എന്താണെന്ന് മോളും കൂടി കാണട്ടെ. അങ്ങനെ ഗോപാലൻ കാറിൽ കയറാൻ തുടങ്ങുമ്പോൾ ശാരദ തടയണേ, ഗോപാലേട്ട നിൽക്ക്, മുമ്പൊരിക്കൽ ഇതുപോലെ എടുത്തു ചാട്ടി സത്യമ്മയുടെ വീട്ടിൽ പോയ കാര്യം ഗോപാലേട്ടന് ഓർമ്മയുണ്ടല്ലോ.
അന്ന് കൂടെ ഞാനും ഉണ്ടായിരുന്നു. അതറിഞ്ഞ ശാലിനി ഗോപാലേട്ടനോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് അറിയാലോ. അന്നത്തെ ദിവസം ഗോപാലേട്ടൻ ഈ വീട്ടിൽ നിന്ന് പോയേ പറ്റൂന്ന് പറഞ്ഞ് കടുംപിടുത്തം വിളിച്ചതാ ശാലിനി. അന്നേരം ഞാൻ എന്താ പറഞ്ഞത് ഗോപാലേട്ടൻ ഓർമ്മയുണ്ടോ? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മറ്റാർക്കും അഭിപ്രായം പറയാൻ പാടില്ലെന്ന്. നമുക്ക് രണ്ടുപേർക്കിടയിലുള്ള പ്രശ്നം നമ്മളിതിനെ പരിഹരിച്ചോളാമെന്നും ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മക്കൾക്കിടയിലുള്ള കാര്യം അവർ തമ്മിൽ തീർത്തോട്ടെ, നമ്മളായിട്ട് അതിലിടപെടാൻ നിൽക്കേണ്ട ഗോപാലേട്ടാ. ഈ സമയം ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന രാമേട്ടനും പറയണേ, അതെ, ഞാൻ കുടുംബകാര്യത്തിൽ ഇടപെടുകയാണെന്ന് വിചാരിക്കരുത്. ശാലിനി മോള് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. ആ കുട്ടി ഓരോരുത്തരും സ്നേഹം കൊണ്ടാണ് കീഴടക്കാൻ നോക്കുന്നത്. അതിനിടയിൽ നമ്മൾ ഓരോന്ന് ചെന്ന് ആ കുട്ടിയെ കൂടുതൽ വിഷമിപ്പിക്കേണ്ടതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊക്കെ പഴഞ്ചൻ ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധിയും നരച്ചത് തന്നെയായിരിക്കും. അങ്ങനെ അതെല്ലാം കേൾക്കുമ്പോൾ ഗോപാലൻ ആ തീരുമാനം മാറ്റുവാണ്. ഈ സമയം ശാരദാമ്മ പറയണേ, മോള് വാ, പുറത്തേക്ക് ഇറങ്ങും. അന്നേരം സത്യ ഗോപാലനോട് ചോദിക്കണേ, എന്തുപറ്റി മുത്തശ്ശ, അമ്മ പോയതാണോ പ്രശ്നം? അമ്മ എവിടെയാണ് പോയതെന്ന് മുത്തശ്ശൻ അറിയോ? ഇല്ലാന്ന് ഗോപാലൻ പറയുക. അന്നേരം സത്യ പറഞ്ഞേ, അല്ലെങ്കിലും മുത്തശ്ശനൊന്നും അറിയില്ല. അമ്മേ ഗോവലൊരു മീറ്റിങ്ങിന് പോയിരിക്കുക, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ അധികം വൈകാതെ പെട്ടെന്ന് വരും കേട്ടോ, അമ്മ അവിടെ ഹാപ്പിയാണ്. ഈ സമയം ശാരദ പറയണേ, വാ മോളെ, ഞാൻ മോൾക്ക് ചായ തരാം എന്ന് പറഞ്ഞ് സത്യ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. ഈ സമയം ഗോപാലൻ വന്ന് വരാന്തയിരിക്കുക. എന്നിട്ട് പറയണേ, ശരിയാ, എനിക്ക് പ്രായമില്ലേ, എനിക്കൊന്നും അറിയില്ല. സത്യമോള് പറഞ്ഞത് ശരി തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് ശാലിനി സത്യാമ്മയുടെ വീടിൻ്റെ പുറത്തിങ്ങനെ വന്ന് നിന്ന് പപ്പിമോള് പറഞ്ഞ ഓരോ കാര്യത്തെപ്പറ്റിയും പപ്പിമോളുടെ കയ്യിൽ നിന്ന് വാക്ക് മേടിച്ച ആ കാര്യമൊക്കെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയത്താണ് കേട്ടോ അനുപല്ലവി എവിടെ എത്തുന്നത്. മാഡം, ഒരു പ്രശ്നമുണ്ട്. ചൈന കോളനിയിലെ കുട്ടികളെല്ലാം വിഷബാധയേറ്റ് ഹോസ്പിറ്റലിലായിരിക്കുക. ആ വാർത്തയായിട്ട് ശാലിനി ഞെട്ടിപ്പോകുക. അനു, എന്തായി പറയുന്നത്? സത്യവും മാഡം, ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുട്ടികളെല്ലാം ഛർദ്ദിക്കാനും മറ്റും തുടങ്ങി. ടി വിയിൽ ലൈവായിട്ട് വാർത്ത പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ശാലിനി അനുവിനെയും കുട്ടി അകത്തേക്ക് കയറി ടി വി ഓണാക്കി വാർത്ത കാണുവാണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ ആ വാർത്ത കണ്ട് കുട്ടികളുടെ അവസ്ഥയൊക്കെ കണ്ട് ശാലിനി ഞെട്ടിപ്പോകുവാണ്. ഈശ്വര, എന്താ ഇത്? അന്നേരം വാർത്തയിൽ ഇങ്ങനെ പറയുക, കൃത്യമായിട്ടുള്ള റെഗുലേഷൻസും മറ്റുമൊന്നും പാലിക്കാത്ത ഒരു കമ്പനി, ആ കമ്പനിയിലെ ഭക്ഷണം കഴിച്ച കുട്ടികൾക്ക് ഈ അവസ്ഥയിലായത്. റൂൾസ് ഒന്നും പാലിക്കാതെ ഇത്തരൊരു കമ്പനിക്ക് അനുമതി ഒപ്പിട്ട് കൊടുത്തത് ജില്ലാ കളക്ടറായ ശാലിനി വിഷ്ണു തന്നെയാണ്. അങ്ങനെ ശാലിനിയുടെ പേരിലാണ് കേട്ടോ അവസാനം കുറ്റം വന്ന് നിൽക്കുന്നത്. ഈ സമയം ശാലിനി പറയണേ, അനുപല്ലവി, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തണം. അന്നേരം അനു ശാലിനിയെ തടയണേ, മാഡം ഇപ്പം പോകണ്ട, മാഡം കാരനോട് ഇങ്ങനൊരു വലിയ തെറ്റുപറ്റിയെന്ന വാർത്തയിലൂടെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ മാഡത്തെ കണ്ട ആകെ വയലൻ്റ് ആവും, അവർ എന്ത് വേണമെങ്കിലും ചെയ്തെന്ന് വരും. അതുകൊണ്ട് തൽക്കാലം മാഡം ഇപ്പോൾ പോകണ്ട. അന്നേരം ശാലിനി പറയുക, എന്ന് പറഞ്ഞ് ഞാനിവിടെ പേടിച്ചിരിക്കണമെന്നാണ് താൻ പറയുന്നത്. എനിക്കെൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണമെങ്കിൽ എനിക്ക് അവിടെ പോയേ പറ്റൂ. അന്നേരം അനു പറയണേ, ശരിയാ മാഡം, പക്ഷേ മാഡം ഈ സമയത്ത് പോകണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുട്ടികൾക്ക് ഈ അവസ്ഥ വന്നത് കാരണം അവർ തൻ്റെ ജീവൻ പോലും നഷ്ടമായ അവസ്ഥയിലാണ് അവിടുത്തെ മാതാപിതാക്കൾ നിൽക്കുന്നത്. അപ്പോൾ മാഡത്തിനെ കണ്ട അവർ വയലൻ്റ് ആവും. പിന്നീട് മാഡം നിരപരാധി എന്നറിഞ്ഞാൽ അവർ പരിതപിക്കുകയും ചെയ്യും. തൽക്കാലം ഒരു 2-3 ദിവസം മാഡം പുറത്തിറങ്ങണ്ട. ഈ സമയം ശാലിനി പറയണേ, അങ്ങനെ പേടിച്ച് വരച്ചെടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇത് കളക്ടറുടെ ഓർഡറാണ്, നമ്മളിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ ശാലിനിയും അനുവും കൂടി കാറിൽ കയറി സംഭവ സ്ഥലത്തേക്ക് പോകുവാണ്. ഇതേസമയം നിരവധി മീഡിയക്കാരും മറ്റും കളക്ടറേറ്റിൻ്റെ മുന്നിൽ തന്നെ നിന്ന് ലൈവായിട്ട് ഓരോ അപ്ഡേറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കളക്ടറുടെ അനാസ്ഥ തന്നെയാണ്. എത്രയോ പിള്ളേരുടെ ജീവൻ വെച്ചിട്ടാണ് അവർ കളിച്ചിരിക്കുന്നത്. ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ തന്നെ അവരുടെ ഘാതകരായി മാറുകയാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്തയിൽ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം സജി സാറ് വാർത്താക്കാരുടെ മുമ്പിലേക്ക് എത്തുവാണ്. അങ്ങനെ വാർത്താക്കാരെല്ലാവരും ഈ ഒരു ഏണിംഗ് മെമ്പർ പദ്ധതിയുടെ ഡെപ്യൂട്ടി ഹെഡായിട്ടുള്ള സജി സാറിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാമെന്ന് പറഞ്ഞ് സജി സാറിന് നേരെ മൈക്ക് വിട്ട് പോകുവാണ് കേട്ടോ. ഈ സമയം അവിടെയുള്ളൊരു സ്റ്റാഫ് സജീനോട് പറയണേ, സാർ ഇപ്പോൾ തന്നെ ഇത് കൊടുക്കണോ? പിന്നീട് മീഡിയക്കാർക്ക് മുമ്പിൽ പ്രസൻ്റ് ആയ പോരെ? അന്നേരം സജി പറയണേ, ഞാൻ കുറേ ആലോചിച്ചെടുത്ത തീരുമാനം ഇത്. ഇപ്പം ഞാനിത് പറഞ്ഞില്ലെങ്കിൽ അവസാനം പണിയാക്കാൻ പോകുന്നത് എനിക്കാണ്. എനിക്ക് വയ്യ ആൾക്കാർക്ക് മുമ്പിൽ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അപമാനിതനായി ആത്മഹത്യ ചെയ്യാനൊന്നും. അങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു കാര്യം പറയാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ സജി. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുന്ന സജിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.